ഈ വീഡിയോയിൽ പ്ലേസ് ഓഫ് ഇംഗ്ലീഷ് ഇൻ ദ ഇൻഡോ യൂറോപ്യൻ ഫാമിലി എന്ന് പറയുന്ന ചാപ്റ്റർ 4 ആണ് ഡിസ്കസ് ചെയ്യുന്നത്. യൂണിറ്റ് 1 ആണ്, അതിൽ വരുന്നതാണ് ചാപ്റ്റർ 4. ഈ ഒരു ചാപ്റ്റർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഓൾറെഡി ഡിഗ്രിയിലോ PGയിലോ ഒക്കെ പഠിച്ചേക്കുന്ന ഒരു ടോപ്പിക്കാണ്. അതായത് നമ്മൾ ഓൾറെഡി ഇത് നമ്മുടെ സിലബസിൽ പ്രിസ്ക്രൈബ് ചെയ്തിരുന്ന ഒരു സംഭവം തന്നെയാണ്, പുതിയതല്ല. പക്ഷേ ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്, അറിഞ്ഞിരിക്കേണ്ടതാണ്. അതുകൊണ്ടാണ് ഇത് റിപ്പീറ്റഡ് ആയിട്ട് ഡിഗ്രിയിലും PGയിലും BEdലും ഒക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ നിങ്ങൾ കുറേ ഫാമിലീസ് എന്നുള്ള, അതായത് ഇപ്പോൾ ലാംഗ്വേജ് ഫാമിലീസ് എന്ന് പറയും. ആക്ച്വലി ഇതിൽ പറയുന്നത് മെയിൻലി ഇത്ര നമുക്ക് അറിയേണ്ടതുള്ളൂ. ഇംഗ്ലീഷ് എന്ന് പറയുന്ന ലാംഗ്വേജ് ഏത് ലാംഗ്വേജ് ഫാമിലിയിലെ മെമ്പറാണ്? ഈ ലാംഗ്വേജ് ഫാമിലി എങ്ങനെയാണ് ഉണ്ടായത്? ഇവിടെ എത്ര ലാംഗ്വേജസ് ഈ വേൾഡിൽ ഇന്ന് ഉണ്ട്? ഈ ഓരോ ലാംഗ്വേജസും വല്ല ഫാമിലിയിലും പെട്ട ആളുകളാണോ? ഈ ഫാമിലിയായിട്ട് തിരിക്കുന്നത് എന്തിൻ്റെ ബേസിസിലാണ്? പിന്നെ നമ്മുടെ ഇംഗ്ലീഷിൻ്റെ സ്റ്റാറ്റസ് എന്താണ്? ഇത്തരം കാര്യങ്ങളാണ് ഇതിൽ പറയുന്നത്. അപ്പോൾ മെയിൻലി നമ്മളുടെ ഫോക്കസ് എന്ന് പറഞ്ഞാൽ പ്ലേസ് ഓഫ് ഇംഗ്ലീഷ് ഇൻ ഇൻഡോ യൂറോപ്യൻ ഫാമിലി എന്നുള്ളതാണ്. അതാണ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. അത് പറയണമെങ്കിൽ കുറച്ച് കാര്യങ്ങൾ അപ്പുറത്തും ഇപ്പുറത്തൊക്കെ പറയണം. അപ്പോൾ അതെന്തൊക്കെയാണെന്നാണ് ഈ ഒരു വീഡിയോയിൽ നോക്കാം. ആദ്യമേ തന്നെ ലാംഗ്വേജ് ഫാമിലീസ് എന്താണെന്ന് നോക്കാം. ലാംഗ്വേജ് ഫാമിലി എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ: എ ഗ്രൂപ്പ് ഓഫ് റിലേറ്റഡ് ലാംഗ്വേജസ്. അതായത് കുറച്ചൊക്കെ റിലേഷൻ ഉള്ള ലാംഗ്വേജസ് ഒക്കെ ഒരു ഗ്രൂപ്പാക്കി വെക്കും. അപ്പോൾ അതൊരു ഫാമിലിയായി. അതാണ് ലാംഗ്വേജ് ഫാമിലി. ഇറ്റ് ഹാസ് ബീൻ എസ്റ്റിമേറ്റഡ് ദാറ്റ് ദർ ആർ മോർ ദാൻ 7,000 ലാംഗ്വേജസ് ഇൻ ദ വേൾഡ്. അതായത് 7,000-ലധികം ലാംഗ്വേജസ് ഉണ്ട് ഈ വേൾഡിൽ എന്നാണ് പറയുന്നത്. ദീസ് ബിലോങ് ടു 250 to 300 ലാംഗ്വേജ് ഫാമിലീസ്. ഈ 7,000 ലാംഗ്വേജസും ഏതെങ്കിലും ഒരു ലാംഗ്വേജ് ഫാമിലിയിൽ മെമ്പറായിരിക്കും. അങ്ങനെ നോക്കുകയാണെങ്കിൽ തന്നെ 250 മുതൽ 300 വരെ ലാംഗ്വേജ് ഫാമിലീസ് ഉണ്ട്. ബട്ട് ഓൺലി എ ഫ്യൂ ഓഫ് ദം ഹാവ് ബീൻ സ്റ്റഡീഡ് ഇൻ ഡീറ്റെയിൽ. അതിൽ കുറച്ച് ലാംഗ്വേജ് ഫാമിലീനെ പറ്റി മാത്രമാണ് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള പഠനം നടത്തിയിട്ടുള്ളൂ. ഇനി ഏതൊക്കെയാണ് ആ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിച്ചേക്കുന്നത്, അല്ലെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലാംഗ്വേജ് ഫാമിലീസ് എന്നാണ് ഇവിടെ പറഞ്ഞേക്കുന്നത്. ഇൻഡോ യൂറോപ്യൻ, സിനോ ടിബറ്റൻ, നൈജർ കോൺഗോ, ആഫ്രോ ഏഷ്യാറ്റിക്, ഓസ്ട്രനേഷ്യൻ, ഡ്രാവിഡിയൻ, ഓസ്ട്രോ ഏഷ്യാറ്റിക്, അൾട്ടൈക്, യുറാലിക്, കൊക്കേഷ്യൻ. ഇതിലാണ് നമുക്ക് വേണ്ട ഇൻഡോ യൂറോപ്യൻ എന്ന് പറയുന്നത്. അതായത് ഫസ്റ്റ് വൺ കിടക്കുന്നത് ഈ ഒരു കണ്ടോ, ഇമ്പോർട്ടൻറ്റിൽ ഫസ്റ്റ് വൺ ആയിട്ട് നമുക്ക് വേണ്ടത്, നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് നമ്മുടെ ഇംഗ്ലീഷ് ബിലോങ് ചെയ്യുന്നത് ഏത് ഫാമിലിയാണ്? ഇൻഡോ യൂറോപ്യൻ. അതാണ് നമുക്ക് വേണ്ടത്. ഓഫ് ദിസ് വി ആർ ഇൻട്രസ്റ്റഡ് ഇൻ ഇൻഡോ യൂറോപ്യൻ ഫാമിലി ബിക്കോസ് ഇംഗ്ലീഷ് ഇസ് എ മെമ്പർ ഓഫ് ദിസ് ഫാമിലി. ഈ ഫാമിലിയിലെ മെമ്പറാണ് ഇംഗ്ലീഷ്. സോ നമുക്ക് വേണ്ടത് ഇൻഡോ യൂറോപ്യൻ ആണ്. ബാക്കി പറഞ്ഞ് 10 ഫാമിലീസ് പറഞ്ഞു, ഒരെണ്ണം മതി. ബാക്കി 9 ഫാമിലീസിനെ പറ്റി നമ്മളിവിടെ പഠിക്കുന്നില്ല. ഓക്കെ, അപ്പോൾ ഇൻഡോ യൂറോപ്യൻ ഫാമിലീനെ പറ്റിയാണ് പഠിക്കുന്നത്. എന്താണ് ഇൻഡോ യൂറോപ്യൻ ഫാമിലി? ഇംഗ്ലീഷിൻ്റെ സ്ഥാനം എന്താണ് എന്നൊക്കെ നോക്കാം. ലാംഗ്വേജ് ഫാമിലി പിന്നെയും പറയാം കേട്ടോ. ലാംഗ്വേജ് ഫാമിലി എന്താണ്? എ ഗ്രൂപ്പ് ഓഫ് ലാംഗ്വേജസ് ഇൻ വിച്ച് ദർ ആർ സിമിലാരിറ്റീസ് ഓഫ് വേരിയസ് കൈൻഡ്സ് ഇസ് ഗ്രൂപ്പ്ഡ് ആസ് എ ലാംഗ്വേജ് ഫാമിലി. ഒരു ഗ്രൂപ്പ് ഓഫ് ലാംഗ്വേജ്, അതായത് ആ ലാംഗ്വേജസ് തമ്മിൽ സിമിലാരിറ്റി വേണം, ഒരു റിലേഷൻ വേണം. അങ്ങനെ വരുമ്പോൾ അവരെ ഒരു ലാംഗ്വേജ് ഫാമിലിയിലേക്ക് ആക്കും. ദ ഇൻഡോ യൂറോപ്യൻ ഫാമിലി ഈസ് വൺ ഓഫ് ദ ഏർലിയസ്റ്റ് ആൻഡ് പ്രോമിനൻറ്റ് ഫാമിലീസ്. ഇതിൽ ഇൻഡോ യൂറോപ്യൻ എന്ന് പറയുന്നത് ഏർലിയസ്റ്റ് ആയിട്ടുള്ള പഴയ ഒരു ഫാമിലിയാണ്. അതുമാത്രമല്ല പ്രോമിനൻ്റ് ആണ്. To this family belong English and most of the European languages. ഈ ഫാമിലിയിലാണ് നമ്മൾ പറഞ്ഞ പോലെ ഇംഗ്ലീഷ് വരുന്നത്. അതുമാത്രമല്ല കുറേ യൂറോപ്യൻ ലാംഗ്വേജസും വരുന്നത് ഇൻഡോ യൂറോപ്യൻ ഫാമിലിയിലാണ്. അതേപോലെ തന്നെ സം ഓഫ് ദ ഏഷ്യൻ ലാംഗ്വേജസ് സച്ച് ആസ് സാൻസ്ക്രിറ്റ് ആൻഡ് അതർ നോർത്ത് ഇന്ത്യൻ ലാംഗ്വേജസ് ലൈക്ക് ഹിന്ദി, ഉറുദു, ബംഗാളി, ഇതെല്ലാം വരുന്നത് ഈ ഇൻഡോ യൂറോപ്യൻ ആണ്. അപ്പോൾ എന്തുകൊണ്ടും നമുക്ക് പറ്റിയത് ഇൻഡോ യൂറോപ്യൻ ഫാമിലിയെ പറ്റി പഠിക്കുന്നതല്ലേ? ഒന്ന് ആലോചിച്ച് നോക്കിയാൽ നമുക്ക് വേണ്ട, അത്യാവശ്യം വേണ്ട ഒരുപാട് ലാംഗ്വേജസ് അതിൽ വന്നിട്ടുണ്ട്. സോ അതുകൊണ്ട് നമ്മൾ ഇൻഡോ യൂറോപ്യനെ പറ്റിയിട്ട് മുടങ്ങാതെ ഡിഗ്രിയിലും PGയിലും BEdലും പഠിക്കുന്നു. വോട്ടെവർ, അത് കുഴപ്പമില്ല, നമ്മുടെ ലാംഗ്വേജ് അല്ലേ. നോക്കാം. നെക്സ്റ്റ് വൺ, Indo-European family of languages. It is believed that Indo-European was spoken about 3,500 to 3,000 BC by the nomadic tribes of Central Asia. അതായത് ഇൻഡോ യൂറോപ്യൻ എന്ന് പറയുന്ന ഈ ഒരു പാരൻ്റ് ഒരു ലാംഗ്വേജ് ആയിരുന്നു കേട്ടോ. ഇൻഡോ യൂറോപ്യൻ എന്ന് പറയുന്നൊരു ലാംഗ്വേജ് ഉണ്ടെന്ന് വിചാരിക്കുക. അത് ഭയങ്കര പഴയ കാലഘട്ടം മുതലേ ആര് സംസാരിച്ചുകൊണ്ടിരുന്നതാണ്? നൊമാഡിക് ട്രൈബ്സ് ഓഫ് സെൻട്രൽ ഏഷ്യ. ഈ നൊമാഡിക് ട്രൈബ്സ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് നടന്നിരുന്ന ആളുകൾ. അവർ ഈ
ഇൻഡോ യൂറോപ്യൻ എന്ന് പറയുന്നൊരു ഭാഷ, ആ ഒരു ലാംഗ്വേജാണ് സംസാരിച്ചിരുന്നത്. അവരെവിടേക്ക് അലഞ്ഞു തിരിഞ്ഞെന്ന് പറയുന്നത് ഹു വാൻറ്റഡ് ദ ലാൻഡ്സ് അറൗണ്ട് ദ ബ്ലാക്ക് സീയുടെ ചുറ്റിനുമുള്ള ലാൻഡിലൊക്കെയാണ് ഇവർ അലഞ്ഞിരിഞ്ഞിടുന്നത്. ദീസ് ട്രൈബ്സ് ഇൻ കോഴ്സ് ഓഫ് ടൈം സ്പ്ലിറ്റ് അപ്പ്. അവരിങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് വെച്ച് ഓരോരുത്തർ സ്പ്ലിറ്റായി പോകുന്നുണ്ട്. ആൻഡ് ഇമിഗ്രേറ്റഡ് ഇൻ ഡിഫറെൻറ്റ് ഡിറക്ഷൻസ് അക്രോസ് ദ കോണ്ടിനെൻറ്റ് ഓഫ് ഏഷ്യ ഇൻ സെർച്ച് ഓഫ് എയറബിൾ ലാൻഡ്. ഇവരെന്തിനാ ഈ അലഞ്ഞു തിരിഞ്ഞ് പല സ്ഥലങ്ങളിൽ പല ഡിറക്ഷനിലേക്ക് പോയത്? അവരന്വേഷിച്ച് നടന്നത് കൃഷി ചെയ്യാൻ പറ്റിയ ഒരു ക്രോപ്സ് ഒക്കെ വളരുന്ന തരത്തിലുള്ള ലാൻഡ് എവിടെയാണെന്ന് അന്വേഷിച്ചാണ് ഇവരിങ്ങനെ പോയിക്കൊണ്ടിരുന്നത് കേട്ടോ. എന്നിട്ടോ in the course of these wanderings the parent language got mixed with many non-Indo-European tongues. ഇവരിങ്ങനെ വാൻഡറിങ് ചെയ്ത് പോയപ്പോൾ പാരൻറ്റ് ലാംഗ്വേജ് ആയിട്ടുള്ള ഇൻഡോ യൂറോപ്യൻ എന്ന് പറയുന്ന ലാംഗ്വേജ് ഇൻഡോ യൂറോപ്യൻ അല്ലാത്ത കുറേ ലാംഗ്വേജസ് അവിടെ ഉണ്ടല്ലോ, അവരുടെ അടുത്ത് മിക്സ്ഡായി. എന്നിട്ട് എന്താ സംഭവിച്ചത്? ഇവരെല്ലാവരും കൂടി ഇതിലൊരു മോഡിഫിക്കേഷൻ നടത്തി. അങ്ങനെയാണ് കുറേ ഡയലക്ട്സ് ഓഫ് പാരൻ ലാംഗ്വേജ് വന്നത്. ഈ പാരൻ ലാംഗ്വേജിൻ്റെ പല വെറൈറ്റീസ്, പല ഡയലക്ട്സ് ആയിട്ട് ആളുകൾ പല രീതിയിൽ ഈ പാരൻ ലാംഗ്വേജ് സംസാരിച്ച് പല ഡയലക്ട്സ് അങ്ങനെ വന്നു. എന്നിട്ട് അത് പതുക്കെ ഡെവലപ്പ് ചെയ്ത് ഓരോ ഇൻഡിപെൻഡൻറ്റ് പുതിയ ലാംഗ്വേജ് എന്നാണ് പറയുന്നത്. ഇൻഡോ യൂറോപ്യൻ ലാംഗ്വേജ് പല ഡയലക്റ്റ് എന്ന് മാറിയത് ഒരു പുതിയ ലാംഗ്വേജ് തന്നെയായി മാറി. ഓക്കെ, അങ്ങനെ വന്നൊരു ലാംഗ്വേജാണ് ഇംഗ്ലീഷ് ലാംഗ്വേജ്. The Indo-European had split up by 2000 BC into 8 distinct language groups. അതായത് ഇൻഡോ യൂറോപ്യൻ 2000 BC ആയപ്പോഴേക്കും 8 ഡിഫറെൻ്റ് ആയിട്ടുള്ള ലാംഗ്വേജ് ഗ്രൂപ്പ്സ് ആയിട്ട് തന്നെ മാറി. ഒരു പാരൻ ലാംഗ്വേജ് ആയിട്ട് തുടങ്ങിയതാണ്. എല്ലാവരും കൂടെ കൂട്ടി അത് പറഞ്ഞ് അത് പല ലാംഗ്വേജായി, അത് പിന്നെ ലാംഗ്വേജ് ഗ്രൂപ്പായിട്ട് മാറി എന്നുള്ളതാണ്. ഇനി അത് ഏതൊക്കെയാണ് ആ ലാംഗ്വേജ് ഗ്രൂപ്പ്സ് എന്ന് നോക്കാം. അപ്പോൾ കണ്ടോ, 8 ബ്രാഞ്ചസ് ആണ് ഉള്ളത്. നമുക്ക് 8 ബ്രാഞ്ചസിനെ പറ്റിയിട്ട് ജസ്റ്റ് ഒരു സെൻറ്റൻസ് എങ്കിലും നിങ്ങളൊന്ന് മനസ്സിലാക്കുക. പറഞ്ഞു വരുമ്പോൾ ജസ്റ്റ് ഒരു സെൻറ്റൻസ് എങ്കിലും ഒന്ന് പഠിക്കുക. ഓക്കെ, അപ്പോൾ നോക്കിയൊക്കെ ഒരു പിക്ചർ ഉണ്ടല്ലേ, അവിടെ നോക്കിയാൽ ഫസ്റ്റ് വൺ എന്താണ്? ഇൻഡോ ഇറാനിയൻ ഓർ ഈസ്റ്റേൺ അല്ലേ. ഫസ്റ്റ് വൺ ഈസ്റ്റേൺ ആണ്. ദെൻ അർമീനിയൻ, ബാൽട്ടോ സ്ലാവോണിക്, അൽബേനിയൻ, ഇറ്റാലിക്, ഗ്രീക്ക്, പ്രിമിറ്റീവ് ജർമാനിക്, കെൽറ്റിക്. ഇത്രയുമാണ് ബ്രാഞ്ചസ് കേട്ടോ. ബ്രാഞ്ചായിട്ട് അവിടെ ആ പിക്ചറിൽ നോക്കി അതൊക്കെ ബ്രാഞ്ചസ് ആണേ. ഓക്കെ, ഫസ്റ്റ് വൺ എന്താണ്? ഇൻഡോ ഇറാനിയൻ അല്ലെങ്കിൽ ഈസ്റ്റേൺ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നോക്കാം. ഈ ബ്രാഞ്ചിന് 2 സബ് ഗ്രൂപ്പ്സ് ഉണ്ട്, പേര് തന്നെയുണ്ട് അല്ലേ. ഇൻഡോ ഇറാനിയൻ ഉണ്ടോ, അതിൽ ഇന്ത്യൻ ഒരു ഗ്രൂപ്പ്, ഇറാനിയൻ മറ്റേ ഗ്രൂപ്പ്. ഇതിൽ വരുന്നതാണ് സാൻസ്ക്രിറ്റ്, അതേപോലെ വേറെ നോർത്ത് ഇന്ത്യൻ ലാംഗ്വേജസ്, അതേപോലെ പേർഷ്യൻ, ഇതൊക്കെ വരുന്നത് ഇൻഡോ ഇറാനിയൻ ഓർ ഈസ്റ്റേൺ എന്ന് പറയുന്ന ബ്രാഞ്ചിലാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് വേണ്ടപ്പെട്ട ഒരു ഗ്രൂപ്പാണിത് ഇൻഡോ ഇറാനിയൻ. അതിൽ നമ്മുടെ കുറച്ച് അത്യാവശ്യം വേണ്ട നമ്മുടെ ലാംഗ്വേജസ് വരുന്നുണ്ട്. സാൻസ്ക്രിറ്റ്, നോർത്ത് ഇന്ത്യൻ ലാംഗ്വേജ് ഒക്കെ അവിടെയാണ് വരുന്നത്. നെക്സ്റ്റ് ഇസ് ആൽബേനിയൻ എന്ന് പറയുന്നത് ഏൻഷ്യൻ്റ് ഇല്ലിറിയയിലെ ഒരു ലാംഗ്വേജാണ്. ഇപ്പോൾ അത് നമുക്ക് ഉപയോഗിക്കുന്നില്ല. അത് ഫിലോളജിസ്റ്റുകളാണ്, അതായത് ലാംഗ്വേജിനെ കുറിച്ച് പഠിക്കുന്നവരാണ് ഇപ്പോൾ അത് ഉപയോഗിക്കുന്നത്. ദെൻ നെക്സ്റ്റ് ഇസ് അർമേനിയനും ഒരു ലിറ്റററി ലാംഗ്വേജാണ്. ഓൾഡ് അർമേനിയൻ എന്ന് പറഞ്ഞാൽ അത് 5th സെഞ്ച്വറി AD മുതലുള്ളതാണ്. ഇപ്പോൾ മോഡേൺ അർമേനിയൻ ഡയലക്ട്സ് ഉണ്ടെന്നാണ് പറയുന്നത് കേട്ടോ. അതാണ് അർമേനിയൻ. നെക്സ്റ്റ് വൺ ഇസ് ബാൽട്ടോ സ്ലാവോണിക്. അതിലും പേര് പറയുന്ന പോലെ 2 ഗ്രൂപ്പ്സാണ്, ബാൽറ്റിക് ഗ്രൂപ്പും സ്ലാവോണിക് ഗ്രൂപ്പും. ബാൽറ്റിക് ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ അതിൽ വരുന്നതാണ് ഓൾഡ് പെർഷ്യൻ, ലിത്വാനിയൻ, ലെറ്റിക്. അപ്പോൾ നമ്മുടെ പെർഷ്യൻ എന്ന് പറയുന്നത് ഇൻഡോ ഇറാനിയനിൽ വരുന്നതാണെന്ന് നമ്മൾ ആദ്യം പറഞ്ഞു. ഓൾഡ് പെർഷ്യൻ വരുന്നത് ബാൽട്ടോ എന്ന് പറയുന്നത്, ബാൽട്ടോ സ്ലാവോണിക്കിൽ ബാൽട്ടോയിലാണ് വരുന്നത്. പിന്നെ ലിത്വാനിയൻ ആൻഡ് ലെറ്റിക്, ഇത്രയാണ് ബാൽറ്റിക് ഗ്രൂപ്പിൽ വരുന്നത്. സ്ലാവോണിക് ഗ്രൂപ്പിൽ എന്തൊക്കെയാണ് വരുന്നത്? റഷ്യൻ, ബൾഗേറിയൻ, സെർബിയൻ, ചെക്ക്, പോളിഷ്, ഇത്രയും വരുന്നത് സ്ലാവോണിക് ഗ്രൂപ്പിലാണ്. ഇത് നമുക്ക് വേറെ ട്രിക്സും ടെക്നിക്സും ഒന്നും അല്ല, ജസ്റ്റ് നമുക്ക് എന്താ പറയുക, ഇന്ന ഗ്രൂപ്പിൽ ഇന്ന ലാംഗ്വേജ് വരുന്നു എന്നുള്ളത് പഠിക്കുക എന്നുള്ളതാണ്. അതിനല്ലാതെ നമുക്ക് വേറെ ട്രിക്സ് വെച്ചിട്ട് പഠിക്കാൻ പറ്റുമോ? നിങ്ങൾ തനിയെ ട്രിക്സൊക്കെ ഡെവലപ്പ് ചെയ്ത് നോക്കാം കേട്ടോ, പറ്റുന്നുണ്ടോ എന്നുള്ളത്. ഓക്കെ, അറ്റ്ലീസ്റ്റ് 1 സെൻറ്റൻസ് അതിൽ മെയിൻ പോയിൻ്റ് അറിഞ്ഞിരിക്കുക, അത്രയും നോക്കിയാൽ മതി. നെക്സ്റ്റ് വൺ ഇസ് ഹെല്ലനിക് ഓർ ഗ്രീക്ക്. അതായത് കുറേ ഗ്രീക്ക് ഡയലക്ട്സ് ഉണ്ട്. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഡയലക്ട്സിനെ പറ്റി പറയുന്നത് ആപ്റ്റിക്, അയണിക്, ഡോറിക്, അക്കൊലിക്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇറ്റാലിക്ക് നോക്കാം. ഇറ്റാലിക്കിലെ ഒരു സബ് ഡിവിഷനാണ് ലാറ്റിൻ ഒരു വെരി ഇമ്പോർട്ടൻറ്റ് ലാംഗ്വേജ് ആണ് അല്ലേ. ലാറ്റിൻ വാസ് ദ ലിറ്റററി ലാംഗ്വേജ് ഓഫ് റോം ഫ്രം അബൌട്ട് 300 BC മുതൽ ലാറ്റിൻ എന്ന് പറയുന്നതാണ് റോമിൻ്റെ ഒരു ലിറ്റററി ലാംഗ്വേജ്. വൾഗർ ലാറ്റിൻ വാസ് സ്പോക്കൺ ഇൻ ദ പ്രൊവിൻസസ്. അതായത് വൾഗർ ലാറ്റിൻ ആണ് പ്രൊവിൻസസിലൊക്കെ അന്ന് സംസാരിച്ചിരുന്നത്. ഈ വൾഗർ ലാറ്റിൻ എന്ന് പറഞ്ഞാൽ കോമൺ മെൻ യൂസ് ചെയ്തിരുന്ന ലാറ്റിൻ, കോമൺ ലാറ്റിൻ അതാണ്.
അതായത് ഹൈ സ്റ്റാൻഡേർഡായിട്ട് എന്താ പറയുക, ഹൈ ക്ലാസ് പീപ്പിൾ യൂസ് ചെയ്തിരുന്നത് ക്ലാസിക്കൽ ലാറ്റിനും സാധാരണ കോമൺ മെൻ യൂസ് ചെയ്തിരുന്നത് മിഡിൽ ക്ലാസ് മെൻ യൂസ് ചെയ്തിരുന്നതാണ് വൾഗർ ലാറ്റിൻ. കോമൺ മെന്നിൻ്റെ ലാറ്റിൻ, അതിനെയാണ് അവർ ഈ വൾഗർ ലാറ്റിൻ എന്ന് പറഞ്ഞേക്കുന്നത് കേട്ടോ. പിന്നെന്താണ്, ഇറ്റ് ഡെവലപ്ഡ് ഇൻ ടു മോഡേൺ റൊമാൻസ് ലാംഗ്വേജസ്. അത് ഡെവലപ്പ് ചെയ്ത് റൊമാൻസ് ലാംഗ്വേജസ്, അതായത് ഇപ്പോൾ ഏതൊക്കെയാണ് ഈ റൊമാൻസ് ലാംഗ്വേജ് എന്ന് പറയുന്നത്? ഫ്രഞ്ച്, ഇറ്റാലിയൻ, സ്പാനിഷ്, പോർച്ചുഗീസ്, റുമാനിയൻ, അതുപോലെ അങ്ങനെ ഇത് ഡെവലപ്പ് ചെയ്തിട്ടാണ് ഈ പറയുന്ന മോഡേൺ ആയിട്ടുള്ള റൊമാൻസ് ലാംഗ്വേജസ് ആയി മാറിയത്. നെക്സ്റ്റ് വൺ ഇസ് കെൽറ്റിക്. കെൽറ്റിക് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലേ? ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒറിജിനലി സ്പോക്കൺ ഇൻ പോർച്ചുഗൽ, സ്പെയിൻ, ഫ്രാൻസ് ആൻഡ് ഇംഗ്ലണ്ട്. അതായത് കെൽറ്റിക് എന്ന് പറയുന്നത് ഈ ഒരു ബ്രാഞ്ച് ഓഫ് ലാംഗ്വേജ് ആദ്യം സംസാരിച്ചിരുന്നത് പോർച്ചുഗൽ, സ്പെയിൻ, ഫ്രാൻസ്, ഇംഗ്ലണ്ടിലൊക്കെയാണ്. അത് കഴിഞ്ഞിട്ട് ഇത് ലേറ്റർ റൊമാൻസ് ലാംഗ്വേജസും ഇംഗ്ലീഷും വന്നപ്പോൾ ഈ ഒരു കെൽറ്റിക് എന്ന് പറയുന്ന ഒരു ബ്രാഞ്ച് മാറിപ്പോയി. The branch is represented by ancient Scottish or Gaelic, the modern Welsh, the Cornish, the Irish, the Gaelic spoken in Highlands of Scotland and the Man spoken in the Isle of Man. അപ്പോൾ ഈ കെൽറ്റിക് ലാംഗ്വേജിനെ പറ്റി നിങ്ങൾ ഇത്ര ഓർത്താൽ മതി. ഇത് ഒറിജിനലി സംസാരിച്ചിരുന്നത് പോർച്ചുഗൽ, സ്പെയിൻ, ഫ്രാൻസിലാണ്, അതേപോലെ ഇംഗ്ലണ്ടിലും കൂടിയാണ്. പിന്നീട് അതിനെ റൊമാൻസ് ലാംഗ്വേജസും ഇംഗ്ലീഷും ഡിസ്പ്ലേസ് ചെയ്തു എന്നുള്ള പോയിന്റ് ഓർത്താൽ മതി. നെക്സ്റ്റ് വൺ പ്രിമിറ്റീവ് ജർമാനിക് ഓർ ട്യൂട്ടോണിക്. അതിൽ നോക്കേണ്ടത് ഈ പറയുന്ന പ്രിമിറ്റീവ് ജർമാനിക് അല്ലെങ്കിൽ ട്യൂട്ടോണിക് എന്ന് പറഞ്ഞാൽ ഈ ജർമാനിക്കിന് നമുക്ക് മൂന്നായിട്ട് പിന്നെയും തിരിക്കുന്നുണ്ട്. നോക്കിക്കേ, ഏതൊക്കെയാണ്? ഈസ്റ്റ് ജർമാനിക്, നോർത്ത് ജർമാനിക് ആൻഡ് വെസ്റ്റ് ജർമാനിക്. ഓക്കെ, ഈസ്റ്റ് ജർമാനിക്കിൽ വരുന്നത് ഏതൊക്കെയാണ്? ഗോത്തിക്. നോർത്ത് ജർമാനിക്കിൽ വരുന്നത് സ്കാൻഡിനേവിയൻ ഗ്രൂപ്പ് ഓഫ് ലാംഗ്വേജ് ആണ്, അതായത് സ്വീഡിഷ്, ഡാനിഷ്, നോർവീജിയൻ, ഐസ്ലാൻഡിക്. വെസ്റ്റ് ജർമാനിക്കിൽ വരുന്നതാണ് ഇംഗ്ലീഷ്, ജർമ്മൻ, ഡച്ച്. കണ്ടോ, അങ്ങനെ പറഞ്ഞ് ലാസ്റ്റ് നമ്മുടെ ഇംഗ്ലീഷ് ഇവിടെ വന്നിട്ടുണ്ട്. പ്രിമിറ്റീവ് ജർമാനിക് ഓർ ട്യൂട്ടോണിക് എന്ന് പറയുന്ന കാറ്റഗറിയിലാണ് ഇംഗ്ലീഷ് വന്നേക്കുന്നത് കേട്ടോ. ഇനി നോക്കിക്കേ, ആംഗ്ലോ സാക്സൺ ഓർ ഓൾഡ് ഇംഗ്ലീഷ് പീരിയഡ് എക്സ്റ്റെൻഡഡ് ഫ്രം 600 to 1100 AD. അപ്പോൾ ഓൾഡ് ഇംഗ്ലീഷ് പീരിയഡ്, മിഡിൽ ഇംഗ്ലീഷ് പീരിയഡ്, മോഡേൺ ഇംഗ്ലീഷ് പീരിയഡ്, പോസ്റ്റ് മോഡേൺ പീരിയഡ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഹിസ്റ്ററി ഓഫ് ബ്രിട്ടീഷ് ലിറ്ററേച്ചറിൽ പഠിച്ചിട്ടുണ്ടാവും അല്ലേ? അപ്പോൾ ഓൾഡ് ഇംഗ്ലീഷ് പീരിയഡ് എപ്പോഴായിരുന്നു? ഇവിടെ പറയുന്നുണ്ട് 600 to 1100 AD വരെയാണ്. ദ നെയിം ആംഗ്ലോ സാക്സൺ വാസ് ഗിവൺ ടു ദ ലാംഗ്വേജ് ബൈ ഏർലി സെറ്റിലേഴ്സ് ഇൻ ഇംഗ്ലണ്ട്. അതായത് ആംഗ്ലോ സാക്സൺ എന്ന് പറയുന്ന ആ ഒരു പേര് കൊടുത്തത് അവിടെ ഇംഗ്ലണ്ടിലുണ്ടായിരുന്ന ആദ്യം ഉണ്ടായിരുന്ന ആളുകളാണ്. അതായത് ആംഗിൾസ്, സാക്സൺസ് ആൻഡ് ജ്യൂഡ്സ്, ഇവരാണ് ആംഗ്ലോ സാക്സൺസ് എന്ന് പറയുന്ന പേര് കൊടുത്തത്. ഇൻ 1066 വില്യം ഓഫ് നോർമാൻഡി കോൺക്വേർഡ് ഇംഗ്ലണ്ട് അല്ലേ? നോർമാൻ കോൺക്വസ്റ്റ് ആണ് 1066. ഈ ഇയർ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട ഒരു വർഷമാണ് അല്ലേ? അവിടെ നിന്നാണ് മിഡിൽ ഇംഗ്ലീഷിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് അല്ലേ? നോക്കിക്കേ, ഇൻ 1066 വില്യം ഓഫ് നോർമാൻഡി കോൺക്വേർഡ് ഇംഗ്ലണ്ട് ആൻഡ് സെറ്റ് അപ്പ് ഹിസ് റൂൾ. ദിസ് പീരിയഡ് 1100 to 1500 is known as മിഡിൽ ഇംഗ്ലീഷ് പീരീഡ്. അതിനുശേഷം വരുന്ന പീരീഡാണ് മിഡിൽ ഇംഗ്ലീഷ് പീരീഡ്. അവിടെ വരുന്ന ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റൈറ്ററാണ് നമ്മുടെ ജോഫ്രി ചോസർ. അദ്ദേഹത്തിൻ്റെ വെരി ഇമ്പോർട്ടൻറ്റ് വർക്ക് ഏതാണ്? കാൻറ്റർബറി ടൈൽസ്. യെസ്. പിന്നെ നോക്കിക്കേ, ഫൈനലി ദർ ഈസ് ദ മോഡേൺ പീരിയഡ് ഫ്രം 1500 ഓൺവേർഡ്സ്. അപ്പോൾ 1500 മുതൽ വന്നതാണ് മോഡേൺ പീരിയഡ് അല്ലേ? ഇപ്പോൾ ഏത് പീരീഡാണ്? പോസ്റ്റ് മോഡേൺ പീരിയഡ്. ദ ഡിവിഷൻ ഓഫ് എ ലാംഗ്വേജ് ഇൻ ടു പീരിയഡ്സ് ക്യാൻ ബി ട്രീറ്റഡ് ആസ് ആർബിട്രറി ആൻഡ് ആർട്ടിഫിഷ്യൽ. ഈ പറയുന്ന പോലെ ഇന്ന നാൾ തുടങ്ങി ഇത്ര നാൾ വരെ ഇന്ന പീരിയഡാണ് എന്നൊക്കെ പറയുമ്പോൾ ആക്ച്വലി ഇതൊരു ആർട്ടിഫിഷ്യലായിട്ടാണ് തോന്നുക. അത് ആർട്ടിഫിഷ്യലാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ലാംഗ്വേജ് ഇസ് എ ഫിനോമിനൻ ദറ്റ് ഗ്രോസ് ആൻഡ് ഡെവലപ്സ് നാച്ചുറലി. ലാംഗ്വേജ് എന്ന് പറഞ്ഞാൽ നാച്ചുറലി ഗ്രോ ചെയ്ത് ഡെവലപ്പ് ചെയ്ത് ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് വരുന്നൊരു സംഭവമാണ്. അപ്പോൾ ഇവരിങ്ങനെ വർഷങ്ങൾ വെച്ച് ഇങ്ങനെ തിരിക്കുക എന്ന് പറഞ്ഞാൽ ആർട്ടിഫിഷ്യലായി തോന്നും. പക്ഷേ ഇങ്ങനെ തിരിക്കണം. എന്താ റീസൺ ഇവിടെ പറയുന്നുണ്ട്? ബട്ട് ദ ഡിവിഷൻ ഇസ് കൺവീനിയൻറ്റ് ടു മേക്ക് ഹിസ്റ്റോറിക്കൽ സ്റ്റഡി ഓഫ് എ ലാംഗ്വേജ്. ഒരു ലാംഗ്വേജ് എങ്ങനെ വന്നു എന്നതിനെക്കുറിച്ച് ഹിസ്റ്റോറിക്കൽ സ്റ്റഡി നടത്തണം എന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഡിവിഷൻസ് വെക്കണം എന്നാണ് പറയുന്നത്. ആർട്ടിഫിഷ്യാലിറ്റി ഫീൽ ചെയ്യും, പക്ഷേ ലാംഗ്വേജിനെ പറ്റി പഠിക്കണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഡിവിഷൻസ് വെക്കണം. ഇംഗ്ലീഷ് ഡിസെൻഡഡ് ഫ്രം ദ പ്രിമിറ്റീവ് ജർമാനിക് ഓർ ട്യൂട്ടോണിക് ബ്രാഞ്ച് ഓഫ് ഇൻഡോ യൂറോപ്യൻ. കണ്ടോ, ഇംഗ്ലീഷ് വന്നത് എവിടെ നിന്നാണ്? ഇൻഡോ യൂറോപ്യൻ എന്ന് പറയുന്ന പാരൻ്റ് ആയിട്ടുള്ള, അതായത് ഫാമിലിയിലെ പ്രിമിറ്റീവ് ജർമാനിക് ഓർ ട്യൂട്ടോണിക് എന്ന് പറയുന്നത്, അതായത് നമ്മൾ ഏറ്റവും ലാസ്റ്റ് പറഞ്ഞ ഒരു ബ്രാഞ്ചില്ലേ, അതിൽ നിന്നാണ് വന്നത്.
പ്രിമിറ്റീവ് ജർമാനിക്കിൽ എത്ര ഡിവിഷൻസ് ഉണ്ടെന്ന് നമ്മളവിടെ പറഞ്ഞ 3 ഈസ്റ്റ് ജർമാനിക്, നോർത്ത് ജർമാനിക് ആൻഡ് വെസ്റ്റ് ജർമാനിക്. അതിൽ ഇംഗ്ലീഷ് വരുന്നത് വെസ്റ്റ് ജർമാനിക്കിലാണ്. അപ്പുറത്ത് നമ്മൾ പറഞ്ഞതാണിത്. പിന്നെ ഞാൻ ഒന്നുകൂടെ ജസ്റ്റ് പറയുന്നു എന്നുള്ളൂ, ഇവിടെ കൊടുത്തിട്ടുണ്ട് റിപ്പീറ്റഡായിട്ട്. അതായത് ഈ വെസ്റ്റ് ജർമാനിക്കിൽ വരുന്നതാണ് ഈ ഇംഗ്ലീഷ് എന്ന് പറയുന്ന നമ്മുടെ സ്വന്തം ലാംഗ്വേജ്. നമ്മുടെ സ്വന്തം മദർ ടങ് അല്ല, സെക്കൻഡ് ലാംഗ്വേജ് അത്രേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ നോക്കാം. വെസ്റ്റ് ജർമാനിക്കിൽ 3 ഡിവിഷൻസ് ഉണ്ട്. ഓൾഡ് ഹൈ ജർമ്മൻ, ഓൾഡ് ലോ ജർമ്മൻ, ആംഗ്ലോ സാക്സൺ ഓർ ഓൾഡ് ഇംഗ്ലീഷ്. കണ്ടോ, ഓൾഡ് ഹൈ ജർമ്മൻ എന്തായി മാറി? ഇപ്പോഴത്തെ ജർമ്മനായി മാറി. ഓൾഡ് ലോ ജർമ്മൻ എന്തായി മാറി? ഡച്ചായി മാറി. പിന്നെന്താ, ആംഗ്ലോ സാക്സൺ ഓർ ഓൾഡ് ഇംഗ്ലീഷ് മാറി എന്തായി? മിഡിൽ ഇംഗ്ലീഷായി. മിഡിൽ ഇംഗ്ലീഷ് മാറി ഇപ്പോൾ ഏത് ഇംഗ്ലീഷാണ്? മോഡേൺ ഇംഗ്ലീഷാണ് അല്ലേ? നമ്മളൊക്കെ സംസാരിക്കുന്നത് മോഡേൺ ഇംഗ്ലീഷിലാണ്. ഫ്രം വെസ്റ്റ് ജർമാനിക്, ആംഗ്ലോ സാക്സൺ ഓർ ഓൾഡ് ഇംഗ്ലീഷ് വാസ് ഡിറൈവ്ഡ്. കണ്ടോ, നമ്മൾ അപ്പുറത്തും ഇപ്പുറത്തൊക്കെ പറഞ്ഞ പോലെ വെസ്റ്റ് ജർമാനിക്കിൽ നിന്നാണ് നമ്മുടെ ആംഗ്ലോ സാക്സൺ എന്നാണ് ഓൾഡ് ഇംഗ്ലീഷിൻ്റെ പേര് അല്ലേ? ഓൾഡ് ഇംഗ്ലീഷിനെ ആംഗ്ലോ സാക്സൺ ഇംഗ്ലീഷ് എന്നും പറയും അല്ലേ? അപ്പോൾ അത് വന്നത് എവിടെ നിന്നാണ്? വെസ്റ്റ് ജർമാനിക്കിൽ നിന്നാണ്. അപ്പോൾ അതിൽ നിന്നാണ്, അതായത് ഓൾഡ് ഇംഗ്ലീഷിൽ നിന്നാണ് പറഞ്ഞ പോലെ മിഡിൽ ഇംഗ്ലീഷ് വന്നത്. മിഡിൽ ഇംഗ്ലീഷ് കുറച്ച് കഴിഞ്ഞപ്പോൾ മോഡേൺ ഇംഗ്ലീഷായി മാറി. ദസ് ഇംഗ്ലീഷ് ഡിസെൻഡഡ് ഫ്രം ഇൻഡോ യൂറോപ്യൻ ഫാമിലി ഓഫ് ലാംഗ്വേജസ്. അങ്ങനെ നമ്മൾ ആദ്യം പറഞ്ഞ് ആ കാര്യം തന്നെ കൺക്ലൂഡ് ചെയ്തേക്കാണ്. ഇംഗ്ലീഷ് വന്നത് ഇൻഡോ യൂറോപ്യൻ ഫാമിലി ഓഫ് ലാംഗ്വേജസിൽ നിന്നാണ്. ഇനി ഇൻഡോ യൂറോപ്യൻ ഫാമിലി ഓഫ് ലാംഗ്വേജിൻ്റെ ഏത് ബ്രാഞ്ചിൽ നിന്നാണ് ഇംഗ്ലീഷ് വന്നത്? അതും കൂടി ഒന്ന് നോക്കിക്കേ. പ്രിമിറ്റീവ് ജർമാനിക് ഓർ ട്യൂട്ടോണിക്. പ്രിമിറ്റീവ് ജർമാനിക്കിൻ്റെ ഏത് ഡിവിഷനിൽ നിന്നാണ്? വെസ്റ്റേൺ ഡിവിഷനിൽ നിന്നാണ് വന്നത്, വെസ്റ്റ് ജർമാനിക്കിൽ നിന്ന്. വെസ്റ്റ് ജർമാനിക്കിൽ എത്ര ഡിവിഷൻസ് ഉണ്ട്? 3 ഉണ്ട്. അതിൽ നമുക്ക് വേണ്ടത് ഏതാണ്? ആംഗ്ലോ സാക്സൺ ഓർ ഓൾഡ് ഇംഗ്ലീഷ്, അത് കഴിഞ്ഞ് വരുന്ന മിഡിൽ ഇംഗ്ലീഷ്, അത് കഴിഞ്ഞ് വരുന്ന മോഡേൺ ഇംഗ്ലീഷ്. ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ചാപ്റ്ററിൽ ഉള്ളത്. നിങ്ങൾ ഒരു 2-3 തവണ ഇതൊന്ന് വായിച്ച് കഴിയുമ്പോൾ ഇതിനെപ്പറ്റി ക്ലിയർ ഐഡിയ കിട്ടും കേട്ടോ. ഇത് ഈസി ആയിട്ട് നമുക്ക് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഈ ലാംഗ്വേജിൻ്റെ പേരൊന്ന് ഇച്ചിരി ടഫാന്ന് തോന്നുന്നു അല്ലേ പഠിച്ചെടുക്കാനായിട്ട്. അത് നിങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാർക്ക് ചെയ്ത് ഒന്ന് പഠിച്ച് നോക്കുക. ഓക്കെ, നിങ്ങൾ ഈ ടെക്സ്റ്റ് ബുക്ക് റീഡ് ചെയ്യുക. ഈ ചാപ്റ്റർ 2 or 3 ടൈംസ് റീഡ് ചെയ്യുക. ക്ലിയർ ആയിട്ട് കിട്ടും. ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്സ് മാർക്ക് ചെയ്യുക, നിങ്ങൾ പഠിക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്. അങ്ങനെ അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ ബൈ.